പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കോർപ്പറേറ്റ് റെഗുലേഷനിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത് കൈൻഡ്സ് ഓഫ് കമ്പനീസ് ആണ്. നിങ്ങളെല്ലാവരും ഹെഡ്ഫോൺ യൂസ് ചെയ്യണം. കാരണം ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്ത് വാഹനങ്ങൾ പാസ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ അവരുടെ ഹോണോ മറ്റ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. ലെറ്റസ് ഡിസ്കസ്. അതിൽ നമ്മൾ ടൈപ്സ് ഓഫ് കമ്പനീസിൽ ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷനും ഉണ്ട്, അതുപോലെ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് ലാബിലിറ്റീസ് ഉണ്ട്. അതായത് ഇൻകോർപ്പറേഷൻ എന്നാൽ കമ്പനി എങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നർത്ഥത്തിൽ. അതിൽ ചാർട്ടേഡ് കമ്പനീസും ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസും രജിസ്റ്റേർഡ് കമ്പനീസ്, അങ്ങനെ 3 കമ്പനികൾ. ഇവിടെ ഓൺ ദ ബേസിസ് ഓഫ് ലാബിലിറ്റിയുടെ ബേസിൽ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസും കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയും അൺലിമിറ്റഡ് കമ്പനീസും, അങ്ങനെ ടോട്ടൽ 6 കമ്പനികൾ. അതിൽ ആദ്യം ചാർട്ടേഡ് കമ്പനീസ് ആണ്. ചാർട്ടേഡ് കമ്പനി നോക്കാം. ദിസ് ഫോം ഓഫ് കമ്പനി കുഡ് ബി ഫോംഡ് ബൈ ക്രൗൺ ആണ്. അത് ഒരു രാജാവാണ് അല്ലെങ്കിൽ രാജ്ഞിയാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം തരത്തിലുള്ള കമ്പനികൾ ഫോം ചെയ്യുന്നത്. ക്രൗൺ ഹാഡ് ഓൾവേസ് ദ പവർ ടു ഗ്രാൻഡ് എ ചാർട്ടർ ഓഫ് ഇൻകോർപ്പറേഷൻ. അതായത് ഒരു കമ്പനി ഫോം ചെയ്യാനുള്ള ചാർട്ടർ, അതിൻ്റെ വിധി പ്രസ്താവന നടത്താനുള്ള അധികാരം ആർക്കുണ്ട്? ഒരു ക്രൗണിനുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ബൈ ദിസ് മീൻസ് ദാറ്റ് ദ ചാർട്ടേഡ് കമ്പനീസ് വർ ഫോംഡ്. ഈ അർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചാർട്ടർ ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഫോം ചെയ്യുമ്പോഴാണ് ചാർട്ടേഡ് കമ്പനീസ് നിലവിൽ വരുന്നത്. എ ചാർട്ടേഡ് കമ്പനീസ് റെഗുലേറ്റഡ് ബൈ ദ ചാർട്ടർ ഇൻകോർപ്പറേറ്റിംഗ് ഇറ്റ്. അതായത് ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ആ കമ്പനി എങ്ങനെയാകണം എന്നുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസുകൾ ഉണ്ടായിരിക്കും. അത് അതിൻ്റെ കൂടെ രജിസ്റ്റർ ചെയ്യും. അതനുസരിച്ചായിരിക്കും ആ കമ്പനി പ്രവർത്തിക്കുക. ആൻഡ് ദ കമ്പനീസ് ആക്ട് ഡസ് നോട്ട് അപ്ലൈ ടു ഇറ്റ്. അതിലേക്ക് ഒരിക്കലും കമ്പനീസ് ആക്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ദി എക്സാമ്പിൾസ് ഓഫ് സച്ച് കമ്പനീസ് ആർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദാഹരണമാണ്. ആൻഡ് ചാർട്ടേഡ് ബാങ്ക്, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എക്സെട്ര. സച്ച് ടൈപ്പ് ഓഫ് കമ്പനീസ് വാർ ഇൻ എക്സിസ്റ്റൻസ് ഇൻ ഇന്ത്യ. ഇത്തരത്തിലുള്ള കമ്പനി ഇന്ത്യയിൽ നിലനിന്ന് എപ്പോൾ മാത്രമായിരുന്നു? ബിഫോർ ദ ഇൻഡിപെൻഡൻസ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ്. അറ്റ് ദ പ്രസന്റ് സച്ച് കമ്പനീസ് ഡു നോട്ട് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ. ഇപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നില്ല. ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായി നടത്തിയ യുദ്ധമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ആ സമരത്തിന് ശേഷം ഈ ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുത്തത്. അപ്പം നമ്മുടെ രാജ്യം എങ്ങനെ ഭരിക്കണം, അതിനവർ കമ്പനി ഫോം ചെയ്തു. ആ കമ്പനിയാണ് ഏത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അത് അവർ വിധി പ്രസ്താവന നടത്തി, ഒരു ചാർട്ടർ ഉണ്ടാക്കി. ആ ചാർട്ടറിൻ്റെ ബേസിലായിരുന്നു ഈ കമ്പനി രൂപീകരിക്കപ്പെട്ടത്. അങ്ങനെ ഒരുപാട് കമ്പനികൾ അവർ ഭരിക്കുന്ന രാജ്യത്ത് ഒരു വിധി പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ രാജ്യത്തിലെ പാർലമെൻറ്റ്, അതുപോലെ അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് ഒരു കമ്പനി ഫോം ചെയ്യാനുള്ള നിയമങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ആദ്യം പഠിച്ചതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു എക്സിസ്റ്റൻസ് 1947 ശേഷം അവസാനിച്ചു. ഇനി പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്, സംസ്ഥാന ഗവൺമെൻറ് ഉണ്ട്. ഇവരെ ഓണർഷിപ്പിൽ അവരൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ കമ്പനീൻ്റെ സ്വഭാവം അനുസരിച്ച് അവർ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ അതാത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയമസഭയിലോ ഒരു നിയമം പാസ്സാക്കും. ആ പാസ്സാക്കിയ നിയമത്തിനനുസരിച്ചിട്ട് ആ തരത്തിലുള്ള കമ്പനികൾ രൂപീകൃതമാക്കും. ഉദാഹരണത്തിന് ഇന്ത്യൻ റെയിൽവേ, അത് പാർലമെൻറ്റിൽ ഇന്ത്യൻ റെയിൽവേക്ക് ഒരു ആക്ട് പാസ്സാക്കിയിട്ട് ഇന്ത്യൻ റെയിൽവേ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആ ആക്ടിൽ പറഞ്ഞിരിക്കും. അതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ. ഇനി സംസ്ഥാന ഗവൺമെൻറ് എടുക്കുക. നമ്മുടെ KSEB, കേരള ഇലക്ട്രിസിറ്റിൻ്റെത്, അതുപോലെ തന്നെ KSFEൻ്റെത്. ഇതൊക്കെ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ നിയമസഭയിൽ ഒരു നിയമം പാസ്സാക്കിയിട്ട് കേരളം ആ കമ്പനി ഗവൺമെൻറ് രൂപീകരിക്കും. എന്നിട്ട് അവരത് നടത്തിപ്പിക്കും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായ ഒരു സംശയം വരും, നമ്മളെപ്പോലുള്ള സാധാരണക്കാരനായ ജനങ്ങൾ, സിറ്റിസൺ ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ഒരു കമ്പനി ഫോം ചെയ്യുക? അതിനാണ് അവർ 1956 നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കിയത്. അതുപോലെ തന്നെ അത് അപ്ഡേറ്റ് ചെയ്ത് 2013 അതിന് മാറ്റം വരുത്തി. അതനുസരിച്ചാണ് നമ്മളെ പോലെയുള്ള വ്യക്തികൾക്ക് ഒരു കമ്പനി ഫോം ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നിങ്ങൾക്ക് 3 കമ്പനി എങ്ങനെ ഫോം ചെയ്യുന്നത് മനസ്സിലായി കാണും. ആദ്യം പറഞ്ഞ ചാർട്ടേഡ് കമ്പനീസ് ഇപ്പോൾ നിലവിൽ ഉണ്ടോ? ഈ കമ്പനികൾ ഇപ്പോൾ നിലവിൽ ഇല്ല. ഈ കമ്പനികൾ ഇപ്പോൾ നിലവിൽ ഉണ്ട്. കാരണം ഗവൺമെൻറ്റുകളും സംസ്ഥാന ഗവൺമെൻറ്റുകളും ഈ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടാണ് കമ്പനിയെ ഫോം ചെയ്യുക. ഇനി
നമ്മൾ പറഞ്ഞ രജിസ്റ്റേർഡ് കമ്പനി. ഈ രജിസ്റ്റേർഡ് കമ്പനികളാണ് നമ്മളെ പോലെയുള്ള വ്യക്തികൾക്ക് രൂപീകരണം സഹായിക്കുന്നത്. നോക്കാം. These are the companies formed under the Companies Act 2013 or earlier Companies Act, that is 1956. Such companies come into existence only when they are registered under the Act. And a certificate of incorporation, വളരെ important ആണ്, certificate of incorporation has been issued by the registrar. And so the public registration is an essential feature of this type of companies. These companies derive their power from the Companies Act and from the Memorandum of Association, and its internal rules and regulations are prescribed or described in the Articles of Association. ഞാൻ പറഞ്ഞു, സാധാരണ ഇന്ത്യയിലെ വ്യക്തികൾക്ക് സിറ്റീസിന് കമ്പനി രൂപീകരിക്കുന്നത് രജിസ്റ്റേർഡ് കമ്പനികളായിട്ടാണ്. അത് 2013 ആക്ട് പ്രകാരമാണ്. ഇത് ഒരു രജിസ്ട്രാറെ കീഴിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടും. കൂടാതെ ഈ കമ്പനിക്ക് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട എന്ന പവർ നൽകുന്നത് ഒന്ന് രജിസ്ട്രേഷനുമാണ്, രണ്ടാമത്തത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനാണ്, മൂന്നാമത്തത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനാണ്. ഇത് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കും. ഇപ്പം ഇത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഓൺ ദ ബേസിസ് ഓഫ് ദ ലാബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ 3 തരത്തിലുള്ള കമ്പനികളുണ്ട്. ഒന്ന് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർ, 2 കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, മൂന്നാമത്തത് അൺലിമിറ്റഡ് കമ്പനീസ്. അതിൽ ആദ്യം നമ്മൾ പറയുന്ന കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. ഇവിടെ പറയുന്നത് ഇറ്റ് മീൻസ് എ കമ്പനി Memorandum of Association limits the liabilities of its members to the amount unpaid, if any, on the shares held by them in the capital of the company. ഇതാണ് ഇന്ത്യയിലെ 100% കമ്പനികളെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 99.99. അത് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർ. അതൊരു കമ്പനിയിൽ നിങ്ങൾ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്ര രൂപ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, ബാധ്യത ആ കമ്പനിയിൽ ഉണ്ടാവുള്ളൂ. അതായത് നിങ്ങൾ കൊടുക്കുന്ന ഷെയർ വെച്ചിട്ട് നിങ്ങളുടെ ബാധ്യത ലിമിറ്റ് ചെയ്യും. നിങ്ങൾ 1000 രൂപയുടെ ഷെയറാണ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കമ്പനിയിൽ നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കമ്പനിക്ക് ഉണ്ടാകുന്ന ബാധ്യത 1000 രൂപ മാത്രമേ ഉള്ളൂ, അതിൻ്റെ മുകളിലോട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇനി നിങ്ങൾ ഇവിടെ ഒരു കൺഫ്യൂസ് ഉണ്ടായിരിക്കും, ചില കുട്ടികൾ പഠിക്കുമ്പോൾ ജസ്റ്റ് കൺഫ്യൂസ്ഡ് ആകാം. അതായത് ഇവിടെ ഒരു അൺപെയ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്, ദ എമൗണ്ട് അൺപെയ്ഡ് ഇഫ് എനി എന്ന് കൂടിയും പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10 ഷെയറാണ് ഓപ്റ്റ് ചെയ്തത്, 10 ഷെയർ ഓപ്റ്റ് ചെയ്തു 10 രൂപയുടെ. അപ്പം നമ്മൾ 100 രൂപയാണ് കൊടുക്കേണ്ടത് കമ്പനിക്ക്. പക്ഷെ നമ്മളത് ശരിക്കും നമ്മൾ സബ്സ്ക്രൈബ്ഡ് ഷെയർ എന്ന് പറഞ്ഞാൽ 5 എണ്ണമുള്ളൂ. അപ്പോൾ നമ്മൾ 50 രൂപയെ കൊടുത്തിട്ടുള്ളൂ, ബാക്കി 50 രൂപ നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ റിയലി നമ്മൾ പർച്ചേസ് ചെയ്തത് വെറും 5 ഷെയറാണ്. അപ്പോൾ 5 ഷെയർ നമ്മൾ കൊടുക്കാനുണ്ട്. അപ്പോൾ അൺപെയ്ഡ് ആയിട്ടുള്ളതിന് വരെ നമ്മൾക്ക് ബാധ്യത ഇല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ കൊടുത്തത് എത്ര അതിന് മാത്രമേ ബാധ്യതയുള്ളൂ. അതിവിടെ ഈ ഒരു പാരഗ്രാഫിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് ഇന്ത്യയിൽ ഇതാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഫോർമാറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നു. ഈ ഒരു ഡിസ്ക്രിപ്ഷൻ അതാണ്. രണ്ടാമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കമ്പനി വിച്ച് കീപ്സ് ദ ലയബിലിറ്റീസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ലിമിറ്റഡ് അപ് ടു ദ വാല്യൂ ഓഫ് ദ ഷെയർ പർച്ചേസ്ഡ് ബൈ ദം. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നിങ്ങൾ എത്ര രൂപയ്ക്കാണോ കമ്പനിയിൽ നിന്ന് ഷെയർ മേടിച്ചത് അത് മാത്രം, അതിനുള്ള ബാധ്യത മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന് പറയുന്നു. പിന്നെ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഓഫ് ഫോർ സച്ച് കമ്പനീസ് ടു യൂസ് വേർഡ് ലിമിറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദെയർ നൈംസ്. ഏതൊരു കമ്പനിയും ആ കമ്പനിയുടെ പേരിൻ്റെ അവസാനം ലിമിറ്റഡ് എന്ന് ചേർക്കണം. അപ്പോഴാണ് അത് പബ്ലിക്കിന് മനസ്സിലാക്കാൻ പറ്റുക ഇത് ലിമിറ്റഡ് ഷെയർ കമ്പനിയാണ്. അതായത് ഇപ്പോൾ രാജ ലിമിറ്റഡ് കമ്പനി. ഓക്കെ. പിന്നെ പറയുന്നത് മോസ്റ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്ഷ്യൽ കമ്പനീസ് ഇൻ ഇന്ത്യ ആർ രജിസ്റ്റേർഡ് ആസ് എ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർ. ഓക്കെ. ഇന്ത്യയിൽ ഒട്ടുമിക്ക കമ്പനികളും രജിസ്റ്റേർഡ് ചെയ്തത് എന്താണ്? ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ്. ഇനി ഇതിൽ തന്നെ നമ്മളൊരു ഒന്നാണ് എന്താണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. എന്താണെന്ന് ഞാൻ ചുരുക്കി പറഞ്ഞു തരാം. ഇവിടെ നമ്മൾ ചില കമ്പനികളിൽ ഷെയർ ഉണ്ടാകുകയില്ല, നമ്മൾ നിശ്ചിത തുകയായിരിക്കും കൊടുക്കേണ്ടത് കമ്പനിക്ക്. ഉദാഹരണത്തിന് ചില ലയൺസ് ക്ലബ്ബുകൾ, ചാരിറ്റബിൾ ട്രസ്റ്റ്, ഇങ്ങനത്തെ കുറേ സ്ഥാപനങ്ങൾ. അപ്പോൾ നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് അവർ എത്രയൊക്കെയാണോ നമ്മൾ അവർക്ക് ഗ്യാരണ്ടി കൊടുത്തത് ഇത്ര തരാമെന്ന് അതിന് മാത്രമേ നമ്മൾക്ക് ബാധ്യതയുള്ളൂ. അതിലും കൂടുതൽ ആ കമ്പനിക്ക് ആ ഒരു ക്ലബ്സിനോ അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റിനോ വന്നാൽ നമ്മൾക്ക് ഉത്തരവാദിത്തമില്ല. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ചില കമ്പനികൾക്ക് ഷെയർ ഉണ്ടാവില്ല, കോൺട്രിബ്യൂഷനുമേ ഉണ്ടാവുകയുള്ളൂ.
അതാണ് പറയുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. നോക്കുക, ഇറ്റ് മീൻസ് എ കമ്പനി ഹൂസ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ limits the liabilities of its members to the amount as the members may respectively undertake to contribute to the asset of the company in the event of its winding up. This company may or may not have a share capital. ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരിക്കില്ല. ഇപ്പം നമ്മളൊരു ട്രസ്റ്റ് ഉണ്ട്, ആ ട്രസ്റ്റിക്ക് നമ്മൾ 5000 രൂപ തരാമെന്ന് പറഞ്ഞു. നമുക്ക് 5000 രൂപ കൊടുക്കുക എന്നുള്ള ബാധ്യതയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ആ ട്രസ്റ്റിൻ്റെ ബാധ്യത പറഞ്ഞാൽ നമ്മൾ ഉത്തരവാദിയല്ല. അപ്പം നമ്മൾ എത്ര എമൗണ്ട് ആണോ പറഞ്ഞത്, ആ എമൗണ്ട് നമ്മളെ ബാധ്യത ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് ഗ്യാരണ്ടി ചെയ്യും. അതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു ജസ്റ്റ് ക്ലിയർലി അണ്ടർസ്റ്റുഡ് ദ തിങ്സ് ദാറ്റ്സ് വാട്ട് ഐ ഡിസ്കസ്ഡ്. ഞാൻ നോക്കാം, ഒരു എക്സാമ്പിളാണ് പറയുന്നത്. സച്ച് ആസ് ഫോർ ദ ഫോർമേഷൻ ഓഫ് സയൻസ്, കൊമേഴ്സ്, കൾച്ചർ, ചാരിറ്റി, സ്പോർട്സ് എക്സെട്ര. ഇതൊക്കെ പ്രൊമോഷൻ ചെയ്യാൻ ചില സംഘടനകളെ രൂപീകരിക്കും. ഇപ്പം നമ്മൾ പറയാൻ എത്ര തരാമെന്ന്, അപ്പം അപ്പുറത്തേക്ക് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുമോ? ഇല്ല, നമ്മൾ എമൗണ്ട് ഗ്യാരണ്ടി ചെയ്താണ്. ദ ചേംബർ ഓഫ് കൊമേഴ്സ്, ട്രേഡ് അസോസിയേഷൻ, സ്പോർട്സ് ക്ലബ്സ് ആർ യൂഷ്വലി ഗ്യാരണ്ടി കമ്പനീസ്. ഇനിയാണ് അൺലിമിറ്റഡ് കമ്പനീസ് ആണ്. അങ്ങനെ പറയുന്നുണ്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ 92 defines unlimited company as a company not having any limit on the liabilities of the members. മെമ്പേഴ്സിൻ്റെ ബാധ്യത അൺലിമിറ്റഡ് ആയിരിക്കും. അത് ഇത്രയെന്ന് ഒരിക്കലും അത് പറയില്ല. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഇങ്ങനത്തെ ഒരു കമ്പനി നിലവിലില്ല, അൺലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. ആരും അൺലിമിറ്റഡ് കമ്പനിയാണ് നമ്മൾ ചേരുമോ? ചേരില്ല. നമ്മൾ കൊടുത്ത പൈസയെക്കാളും ചിലപ്പോൾ കമ്പനിക്ക് ബാധ്യത എന്നാൽ വീണ്ടും നമ്മൾ അതിലേക്ക് ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അൺലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സിൻ്റെ ബാധ്യത പറയാനേ പറ്റാത്ത അത്രയുമായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക. അതാണ് അൺലിമിറ്റഡ് കമ്പനീസ്. ക്ലിയർ? ഇനി നമ്മൾ പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ്. അതിലാണ് എന്ത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആൻഡ് പബ്ലിക് ലിമിറ്റഡ്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നു, ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നപ്പോൾ ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്നു നമ്മളിൽ കമ്പനി രൂപീകരിച്ച്. അവരുടെ കാലം കഴിഞ്ഞപ്പോൾ അവർ പോയി. രണ്ടാമത് ഗവൺമെൻറ്റുകൾ, സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ കമ്പനി രൂപീകരിക്കുന്നു, അവരുടേതായ നിയമം ഉണ്ടാക്കും. എന്നാൽ ഇന്ത്യയിലെ സിറ്റീസിന് എങ്ങനെ കമ്പനി രൂപീകരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് രജിസ്റ്റേർഡ് കമ്പനി ആയിരുന്നത് കമ്പനീസ് ആക്ട് 2013 പ്രകാരം, അല്ലെങ്കിൽ ഏർലിയർ ആക്ട് 1956. ഇനി നമ്മൾക്ക് രൂപീകരിക്കുമ്പോൾ എത്ര എണ്ണമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനി രൂപീകരിക്കാം. മിനിമം 2 ആൾ, മാക്സിമം 200 ആളാണെങ്കിൽ നമ്മൾക്ക് ഏത് കമ്പനി ഓപ്റ്റ് ചെയ്യുക? പ്രൈവറ്റ് കമ്പനി ഓപ്റ്റ് ചെയ്യുക. എന്നാൽ നമ്മൾക്ക് മിനിമം 7 പേരും മാക്സിമം അൺലിമിറ്റഡ് ആണെങ്കിൽ നമ്മളെ കമ്പനി പബ്ലിക് ലിമിറ്റഡ് ആയിരിക്കും. ഈ പബ്ലിക് ലിമിറ്റഡിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ആ കമ്പനീൻ്റെ പേരിൻ്റെ അവസാനം ജസ്റ്റ് ലിമിറ്റഡ് എന്നുണ്ടാവുള്ളൂ. നേരെ മറിച്ച് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെങ്കിൽ അതിൻ്റെ കൂടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുണ്ടായിരിക്കും. ഓക്കെ, ഉദാഹരണത്തിന് നിങ്ങളൊരു കമ്പനി തുടങ്ങുകയാണ്, നിങ്ങൾ 2 പേര് മിനിമം, നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദർ, നിങ്ങളുടെ സിസ്റ്റർ, അങ്ങനെയാണെങ്കിൽ ആ കമ്പനീൻ്റെ പേര് അവസാനം പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരിക്കും. എന്നാൽ മിനിമം നിങ്ങൾ 7 പേരും എത്ര ആളെന്നുണ്ട് ഇഷ്ടമായി. ഇപ്പോൾ റിലയൻസ് ഒക്കെ അങ്ങനെയാണ്, പബ്ലിക് ലിമിറ്റഡ്. മിനിമം 7 പേരുണ്ടായിരിക്കും, അവരുടേതായ ആളുകൾ, ബാക്കിയൊക്കെ പബ്ലിക്കിനായിരിക്കും. പക്ഷെ അവരെന്ത് ചെയ്യും? കമ്പനീൻ്റെ ഷെയറിൻ്റെ 51% അവർ ഹോൾഡ് ചെയ്യും, ബാക്കി 49% ജനങ്ങൾക്ക് വെറുതെ വിൽക്കുകയുള്ളൂ. കാരണം എപ്പോഴും അധികാരം അവരെ കയ്യിൽ വരണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ഇല്ല, നിങ്ങൾക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും ഡിഫറൻസ് തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, എ കമ്പനി വിച്ച് ഈസ് ഫോംഡ് വിത്ത് എ മിനിമം നമ്പർ ഓഫ് 2 പേഴ്സൺ ഈസ് നോൺ ആസ് എ പ്രൈവറ്റ് കമ്പനി. മിനിമം 2 ആൾ വെച്ച് തുടങ്ങുന്ന കമ്പനിയാണ് എന്ത്? പ്രൈവറ്റ് ലിമിറ്റഡ്. ദിസ് ഫോം ഓഫ് കമ്പനി ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ക്യാരിങ് എ ബിസിനസ് ഇൻ എ ഫാമിലി സെറ്റപ്പ്. According to the section 2 subsection 68 of the act, private company means a company having a minimum paid up share capital 1 lakh ആയിരുന്നു by its articles. ഇവിടെ 1 lakh ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വേണ്ടാന്നും ചിലപ്പോൾ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ ഒരു അമെൻമെൻറ്റിൽ ആദ്യം 1 lakh ഉണ്ടെങ്കിൽ പറയായിരുന്നു രജിസ്ട്രേഷൻ ഫീസ് ശേഷം 10,000 രൂപയാകുള്ളൂ. 90,000 രൂപ നമ്മൾ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കാണിക്കും, നമുക്ക് അസറ്റ് പർച്ചേസിന് മറ്റു കാര്യങ്ങൾക്കായിട്ട് നമ്മൾ അക്കൗണ്ട് കാണിക്കും. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എനിവേ 1 lakh ആണ് മിനിമം ക്യാപിറ്റൽ. ഓക്കെ, ഇവിടെ നോക്കുക, ദ റെസ്ട്രിക്റ്റ് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഇറ്റ് ഷെയർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് 1 person കമ്പനി, ലിമിറ്റ് ദ നമ്പർ ഓഫ് ഷെയർസ് ടു ബി 200.
ഇപ്പോൾ നമ്പർ ഓഫ് ഇറ്റ് ഷെയർ 200 ആക്കി ലിമിറ്റ് ചെയ്തിട്ടും ഉണ്ട്. നോക്കുക, സോ ദ പ്രൈവറ്റ് കമ്പനി ക്യാൻ ഫോംഡ് മിനിമം 2 members ആൻഡ് ഇറ്റ്സ് എ മാക്സിമം 200. അതിൻ്റെ മാക്സിമം എത്ര ആളുകളാണ്? 200 ആളുകളെ വരെ നമുക്ക് ചേർക്കാം. ആൻഡ് നോ മിനിമം പേഡ് ഓഫ്, വളരെ ഇമ്പോർട്ടൻറ്റ്, ആദ്യം ഇത് 1 lakh ആയിരുന്നുണ്ട്, ഇപ്പോൾ അതാ പറയുന്നു നോ മിനിമം പേഡ് അപ്പ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വിൽ നൗ. ആദ്യം 1 lakh ഉണ്ടായിരുന്നു, രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ 1 lakh കാണിക്കണം, പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. ഫോർ ദ ഇൻകോർപ്പറേറ്റിംഗ് എ പ്രൈവറ്റ് കമ്പനി ഇറ്റ് ഡസ് നോട്ട് ഇൻവൈറ്റ് പബ്ലിക് ടു സബ്സ്ക്രൈബ് ഇറ്റ് ഷെയർസ്. നമ്മൾ പുറത്തുനിന്ന് ആരും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ വിളിക്കേണ്ട ആവശ്യമില്ല. ദ ഷെയർ ഈസ് ട്രാൻസ്ഫറബിൾ ഈസ് റെസ്ട്രിക്റ്റഡ്. നമ്മളിതിൻ്റെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ എന്താണ്? ഇറ്റ് മസ്റ്റ് ആഡ് ദ വേർഡ് പ്രൈവറ്റ് ലിമിറ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ നെയിം. പേരിൻ്റെ അവസാനം നിങ്ങൾ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് തന്നെ കാണിക്കണം. അപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നിങ്ങൾ ചിന്തിച്ചാൽ മതി, മിനിമം 2 വ്യക്തികൾ, മാക്സിമം 200 ആളുകൾ. പിന്നെ ആദ്യം 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നു നമ്മൾ തുടക്കത്തിൻ്റെ ഷെയർ ക്യാപിറ്റൽ കാണിക്കുന്നത്, അതിപ്പോൾ കാണിക്കേണ്ട. പിന്നെ നിങ്ങളെ ഷെയർ ഒറ്റാക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്? ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ പരിമിതപ്പെടുത്തിയിട്ടും ഉണ്ട്. ഓക്കെ, നമ്മൾ പബ്ലിക് കമ്പനിയാണ്. പബ്ലിക് കമ്പനീൻ്റെ നോക്കുക, ഇതേപോലെ തന്നെയാണ്. പ്രൈവറ്റ് കമ്പനികളല്ലാത്ത കമ്പനികളൊക്കെ നമുക്ക് പബ്ലിക് കമ്പനി എന്ന് വിളിക്കാം. പക്ഷെ അതിൻ്റെ ഒരു ചെറുതെന്ന് പറയുന്നത് ദ മിനിമം 7 members ആർ റിക്വയർഡ് ടു ഫോം എ പബ്ലിക് കമ്പനി. നിങ്ങളൊരു പബ്ലിക് കമ്പനിയാണ് രൂപീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് മിനിമം എത്ര ആളുണ്ടായിരിക്കും? മിനിമം 7 ആൾ വേണം. പിന്നെ സാധാരണ പബ്ലിക്കിൽ നിന്ന് നമുക്ക് ഫണ്ട് എന്ത് ചെയ്യാം? സ്വീകരിക്കുകയും ചെയ്യാം. ആസ് പെർ ദ കമ്പനീസ് ആക്ട് 2015 ഇതിൽ അമെൻമെൻറ്റ് വന്നതാണ്. അതായത് 2015 ദ മിനിമം പേഡ് ഓഫ് ഷെയർ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് 5 lakh ഫോർ ഫോമിംഗ് പബ്ലിക് കമ്പനി ഹാസ് ബീൻ ഡൺ വിത്ത് നോ മിനിമം പേഡ് ഓഫ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വിൽ നോ അപ്ലൈ ഫോർ ഇൻകോർപ്പറേറ്റിംഗ് പബ്ലിക് കമ്പനീസ് ഇന്ത്യ. ആദ്യം 5 ലക്ഷം രൂപ വേണ്ടിയിരുന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്യാൻ ഇപ്പോൾ 2015 അമെൻമെൻറ്റ് വീണ്ടും വന്നു, 13 ആക്റ്റിൽ. അപ്പോൾ ഇവിടെ 5 ലക്ഷം രൂപ വേണ്ട. ആദ്യം പ്രൈവറ്റ് ലിമിറ്റഡിന് 1 ലക്ഷം രൂപ വേണ്ടിയിരുന്നു, അത് ഇപ്പോൾ വേണ്ട. അപ്പോൾ മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് 2 കമ്പനിക്കും വേണ്ട. 2013 പബ്ലിക് ലിമിറ്റഡിനും പ്രൈവറ്റ് ലിമിറ്റഡിനും പൈസ വേണമായിരുന്നു. ഇത്ര വേണം എന്നായിരുന്നു. പ്രൈവറ്റിന് 1 lakhും പബ്ലിക്കിന് 5 lakhും. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല രണ്ടിലും. ഇതിൻ്റെ ഡിഫറൻസ് ശരിക്കും എടുത്തരാം. അപ്പോൾ ഡോണ്ട് ബി കൺഫ്യൂസ്. നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയുമേ, 2 ആൾ വെച്ചിട്ട് മാക്സിമം 200 ആൾ വെച്ചിട്ടും ഫോം ചെയ്യുന്ന കമ്പനിയാണ് പ്രൈവറ്റ്. അതിന് ആദ്യം 1 ലക്ഷം രൂപ നമ്മൾ പേഡ് അപ്പ് ക്യാപിറ്റലായിട്ട് കാണിക്കേണ്ടിയിരുന്നു. ഞാനൊരു കമ്പനി രജിസ്റ്റർ ചെയ്തതാണ്. ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത് 2012 ഈ ആക്ട് വരുന്നതിന് മുമ്പ്, 13 ആക്ട് വരുന്നതിന് മുമ്പ്. അന്ന് 1 ലക്ഷം രൂപയിൽ ഞങ്ങൾ പേഡ് ഓഫ് ക്യാപിറ്റലായിട്ട് കാണിച്ചത്. അതിൻ്റെ രജിസ്ട്രേഷൻ ആവശ്യത്തിന് ഏകദേശം 10,000 രൂപ ചിലവാകും. ബാക്കി 90,000 രൂപ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കാണിക്കും. അതായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. പിന്നെ നമ്മളെ ഷെയർ നമുക്ക് വേറെ ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല, ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അത് ലിമിറ്റ് ചെയ്തിരുന്നു. പിന്നെയാണ് നമ്മൾ പറയുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനി. പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആകുമ്പോൾ മിനിമം നമുക്ക് ഫോം ചെയ്യാൻ 7 ആൾ വേണം. അതിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് ഇല്ല, എത്ര വേണം ആളുകളെ നമുക്ക് ആഡ് ചെയ്യുക. പക്ഷേ തുടങ്ങിയ ആൾ ബുദ്ധിപൂർവ്വമാണ് കളിക്കേണ്ടത്. എല്ലാവർക്കും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് തുടങ്ങിയ ആൾക്കാരിൽ ഒന്നും ഇല്ലാതെയാവും. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യും? 51% ഷെയർ അയാൾ ഹോൾഡ് ചെയ്യും, ബാക്കി 49% ജനങ്ങൾക്ക് കൊടുക്കും. ഓക്കെ, അതും അന്ന് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 5 ലക്ഷം വേണം. 2015 അമെൻമെൻറ്റിന് ശേഷം 5 ലക്ഷം ഇപ്പോൾ കുറച്ച് വേണം എന്നുള്ളത് വേണമെന്നത് നിർബന്ധമില്ല എന്നും ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. കുറച്ച് ലെങ്തിയാണ് വീഡിയോ, നന്നായിട്ട് കേൾക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക.